ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ കൊള്ള അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ജില്ലാ കളക്ടർ. ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടിയുണ്ടാകും. ആവശ്യമെങ്കിൽ ഭരണസമിതി പിരിച്ചുവിടുമെന്നും ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് 24-നോട് പറഞ്ഞു. ഇടമലക്കുടിയിലെ റേഷൻ ക്രമക്കേടുകൾ വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏക ഒരു ട്രൈബൽ പഞ്ചായത്തിൽ അവിടെ മുഴുവനും ഈ നമ്മുടെ ആദിവാസി സമൂഹം ജീവിക്കുന്നിടത്ത് ഈ ക്രമക്കേട് നടത്തിയത് ആരായാലും അത് വളരെയധികം ശിക്ഷ അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. സൊസൈറ്റിയിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ആ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും സൊസൈറ്റിക്കെതിരെ, സെക്രട്ടറിക്കെതിരെ മാത്രമല്ല, അത് സൊസൈറ്റിയുടെ ഭരണസമിതി അതിൽ വീഴ്ച വരുത്തുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായ നടപടികളുണ്ടാവും. തീർച്ചയായിട്ടും ഭരണസമിതിയെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം നോക്കും. സൊസൈറ്റിക്കെതിരെ ആവശ്യമെങ്കിൽ ഒരു ഫോർ എൻക്വയറി നടത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും നടത്തും. രാഹുൽ വിജയൻ വിവരങ്ങൾ ചേരുന്നു. രാഹുൽ, കളക്ടർ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഗോത്ര നിവാസികൾക്ക് കൊടുക്കാനുള്ള 65 ടൺ 65,000 കിലോ അരി അതെവിടെ പോയി എന്ന് കണ്ടെത്തണ്ടേ? ഹാഷ്മി, തീർച്ചയായിട്ടും 2024 മുതൽ ഇങ്ങോട്ടേക്ക് 67,000 കിലോ അരിയാണ് ഈ ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചതിൽ കാണാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ റവന്യൂ തല അന്വേഷണത്തിനുള്ള സംഘത്തെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിയോഗിച്ചിരിക്കുന്നത്. ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം ഇടമലക്കുടിയിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു. അവിടെ വലിയ ക്രമക്കേടുകളാണ് ഈ റേഷൻ കടകളിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭക്ഷ്യ കമ്മീഷനും കണ്ടെത്തിയത്. ഈ റേഷനരി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രേഖകളോ, എത്ര കിലോ അരി റേഷനരി കടകളിലേക്ക് വന്നു എന്നതിന്റെ രേഖകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട ആളുകളെ പറ്റിച്ചവർ മടക്കി അയക്കുകയായിരുന്നു റേഷൻ കടയുടെ ചുമതല ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ളതാണ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. 2 മാസത്തിലധികമായി 1 മണി പോലും അരി ഈ ഇവിടുത്തെ ഇടമലക്കുടി പഞ്ചായത്തിലെ ആളുകൾക്ക് കിട്ടിയിരുന്നില്ല. അതേ തുടർന്ന് പലതവണ പരാതിപ്പെട്ടിട്ടും ആദ്യം സപ്ലൈ വകുപ്പ് അന്വേഷണത്തിന് തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രതിഷേധം വ്യാപകമായതിന് പിന്നാലെയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ ക്രമക്കേട് 65,000 കിലോ കട്ടുകൊണ്ടുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു നടപടി അവിടെ ഉണ്ടായി എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട അന്വേഷണത്തിൽ 2 സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തു. പിന്നീടും ഈ അരി എങ്ങോട്ട് പോയി എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. കരിഞ്ചന്തയിൽ വിറ്റുവെങ്കിൽ ആ അരി കണ്ടെത്തേണ്ടതുണ്ട്. എവിടെയാണ് മറിച്ചു കൊടുത്തതെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. ദേവികുളം ഗിരിജൻ സൊസൈറ്റിക്കാണ് ഈ റേഷൻ കടകളുടെ, ഇടമലക്കുടിയിലെ റേഷൻ കടകളുടെ നടത്തിപ്പ് ചുമതല. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരമുണ്ട്. അതിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അവർക്ക് ഈ അരി കാണാതെ പോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അറിവുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ആ സൊസൈറ്റിക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായ നടപടി ഉണ്ടാകും. സൊസൈറ്റി ഭരണസമിതി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള നടപടിയും സ്വീകരിക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പാവങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള 65,000 കിലോ റേഷൻ അരിയാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ആരാണെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുക തന്നെ ചെയ്യേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.